സംസ്ഥാനത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം. വിനോദസഞ്ചാര വകുപ്പിനും DTPCക്കും ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബെനിൽ ലീല സാബു ചേരുകയാണ്. ബെനിൽ, പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ഈ മഴ ഉള്ള സ്ഥലങ്ങളിൽ, പ്രദേശത്ത് എല്ലായിടത്തും ഈ വിനോദസഞ്ചാരികൾ ഒട്ടും തന്നെ വെള്ളത്തിൽ അല്ലെങ്കിൽ അത്തരം അപകട സാഹചര്യങ്ങളിലേക്കൊന്നും പോകരുതെന്നാണല്ലോ മുന്നറിയിപ്പ്. ഇപ്പോൾ പാലക്കാട് ഇന്ന് തന്നെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് വിശദാംശങ്ങൾ? അരുണ്യ, ഈ മഴയുള്ള സമയത്തൊക്കെ ഈ മലയോര മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾ കൂട്ടമായി തന്നെ എത്താറുള്ളതാണ്. ആ എത്തുന്ന ആളുകൾ, സംസ്ഥാനത്ത് ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. അപകടകരമായ സാഹചര്യവുമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ ആളുകൾ വരരുത് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത്. അതിന് അടിയന്തരമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമാണ് ഈ മലയോര മേഖലകളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത്. DTPCക്കും വിനോദസഞ്ചാര വകുപ്പിനുമാണ് KSDMA ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മണ്ണിടിച്ചിലും അതോടൊപ്പം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലേക്ക് കർശനമായുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണം. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികൾ ഈ കാലത്തൊക്കെ ഇവിടേക്ക്, കേരളത്തിലേക്ക് എത്താറുള്ളതാണ്. വരുന്ന ആളുകൾക്ക് കൃത്യമായ മഴ മുന്നറിയിപ്പും അതോടൊപ്പം സുരക്ഷാ മുൻകരുതലൊക്കെ അവർക്ക് നൽകണം. അതൊരു പ്രത്യേക ടോൾ ഫ്രീ നമ്പറൊക്കെ ഏർപ്പെടുത്തി ആ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടേക്കുള്ള പാതകളൊക്കെ അത് കൃത്യമായി തന്നെ അവിടെ ജാഗ്രത നിർദ്ദേശങ്ങൾ വെക്കണം. ആവശ്യമെങ്കിൽ യാത്രാ നിയന്ത്രണം ആ മേഖലകൾക്ക് ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. മലയോര മേഖലകളിലാണ് കൂടുതലും അപകടകരമായ ഒരു സാഹചര്യമുള്ളത്. അവിടെയൊക്കെ കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ അരുണി പറഞ്ഞതുപോലെ പാലക്കാട് ഒരു അപകടം ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമാനമായ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുന്നത്. കർശനമായ നിയന്ത്രണം വേണമെന്നാണ് KSDMA നൽകുന്ന നിർദ്ദേശം. അരുണ്യ, ശരി. ബെനിൽ ലീല സാബു ആണ് വിവരങ്ങൾ നൽകിയത്.